വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മളെന്തിനാ സഹിഷ്ണുത കാട്ടുന്നത്? പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളെ വിമർശിക്കപ്പെടും. ഇതിപ്പോൾ പിണറായി ഭരണകൂടമാണ് വിമർശിക്കപ്പെടുന്നത്, അവരുടെ നയസമീപനങ്ങളാണ് വിമർശിക്കപ്പെടുന്നത്. തീവ്ര വലതുപക്ഷ സമീപനമാണ്. അതാണ് ഇത്രയും സാംസ്കാരിക പ്രവർത്തകരെയും ഇടതുപക്ഷ സഹയാത്രികരെയും നിരാശരാക്കിയത്. അതാണ് തീവ്ര വലതുപക്ഷ രീതിയിലാണ് ആ പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. അല്ല, അന്ന് അവിടുത്തെ അല്ല ഇതിൻ്റെ അകത്ത് വളരെ വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പോൾ ഞങ്ങൾ ബത്തേരി ക്യാമ്പ് അറിയാലോ, പ്രധാനപ്പെട്ട ഒരു ക്യാമ്പാണ്. ആ ക്യാമ്പ് നടക്കുന്നതിൻ്റെ രാവിലെയാണ് എന്നെ CBIക്ക് വിടും എൻ്റെ കേസ് എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നത്. അപ്പോൾ ബത്തേരി ക്യാമ്പിൻ്റെ ശ്രദ്ധ മുഴുവൻ ചെയ്തു. നമ്മളതിന് മറുപടിയും പറഞ്ഞു. ആ രീതിയിൽ പോയി. നമ്മുടെ ജാഥ യാത്ര തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസമാണ് ശ്രീ അടൂർ പ്രകാശിൻ്റെ മൊഴിയെടുത്ത്. അതൊരു വാർത്തയാണല്ലോ. മൊഴിയെടുത്തതിൽ ഒരു വിരോധമില്ല, ചോദ്യം ചെയ്തൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ മൊഴിയെടുത്താണ്. അത് എന്താ കാര്യം? അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ കണ്ടു. ഞാൻ വളരെ ലളിതമായൊരു ചോദ്യം ചോദിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ പിണറായി വിജയൻ്റെ പടമുണ്ട്. അടൂർ പ്രകാശിൻ്റെ മൊഴിയെടുക്കുകയാണെങ്കിൽ പിണറായി വിജയൻ്റെ മൊഴിയെടുക്കണം. എന്താ സംശയം? അതായത് ഇയാൾ കള്ളനാണ്, കൊള്ളക്കാരനാണ് എന്ന് അറിയുന്നതിന് മുമ്പുള്ള ചിത്രമാണ്. അയാൾ എത്രയോ ആളുകളുടെ കൂടെ ചിത്രം എടുത്താണ്. ഇദ്ദേഹം MP ആയിരിക്കുന്ന നാട്ടിലെ ആളാണ് അദ്ദേഹം. നമ്മുടെ നാട്ടിൽ ഞാൻ ജനപ്രതിനിധിയായിരിക്കുന്ന എൻ്റെ പറവൂരിൽ വന്ന് എത്ര പേര് എൻ്റെ കൂടെ പടം എടുത്താണ്. നാളെ അവനെ ഏതെങ്കിലും മോഷണ കേസിലോ കള്ളക്കേസിലോ പ്രതിയായ എൻ്റെ തോളെ നിന്ന് കൈയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന പടം വന്നിട്ട് എന്താ കാര്യം? ഫോട്ടോ ഉള്ളതിൻ്റെ പേരിലാണ് അടൂർ പ്രകാശിൻ്റെ മൊഴിയെടുത്തതെങ്കിൽ പിണറായി വിജയൻ്റെ മൊഴിയും കൂടി എടുക്കണം. എന്താണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ള ബന്ധമെന്ന്? ഇനി എന്നിട്ട് 2017 കാര്യം, ഒരു കാര്യം കൂടി ഞാൻ പറയാം. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു, മൊഴിയെടുത്തു, എന്തായിക്കോട്ടെ, ചെയ്തല്ലോ. നിങ്ങൾ പോലും അറിഞ്ഞില്ല. 4 ദിവസം കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. ഒരാളും വിവരം അറിഞ്ഞില്ല. അടൂർ പ്രകാശിന്റെ മൊഴിയെടുത്തപ്പോൾ അപ്പ ചോർത്തി കൊടുത്തല്ലോ. SITയിൽ ആരാ ഉള്ളത്? SITയിലെ എല്ലാവരെയും കുറിച്ചല്ല, SITയിൽ CPMന്റെ ഏജന്റുമാരുണ്ട്, സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഏജന്റുമാരുണ്ട്. കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയെടുത്ത സമയത്ത്, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ ഹാജരായ സമയത്ത് ഒരാളും അറിയിക്കാതെ രഹസ്യമായി സൂക്ഷിച്ചു. 3-4 ദിവസം കഴിഞ്ഞ പുറത്തു വന്ന് അടൂർ പ്രകാശിന്റെ അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ തന്നെ അത് ചോർത്തി കൊടുത്തു പുറത്തേക്ക്. ഇത് വളരെ വ്യക്തമല്ലേ? വളരെ വ്യക്തമല്ലേ എന്താണെന്ന്? അവിടെ ആരുടെ ഏജന്റുമാർ അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ? ഇനി കൊടിമരത്തിന്റെ കാലത്ത് ഹൈക്കോടതിയുടെ വിധിയുണ്ട്, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഹൈക്കോടതിയുടെ അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയത്. എന്നിട്ട് ഹൈക്കോടതി വെച്ച അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു, എന്തൊക്കെയാണ് നടന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്. എന്നിട്ട് ഹൈക്കോടതി ഈ അഡ്വക്കേറ്റ് കമ്മീഷണറെയും അവിടെ നടന്ന നടപടിക്രമങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ടുള്ള കോടതി വിധിയും കൂടിയുണ്ട്. അതുകൂടി എല്ലാവരും കൂടി വായിച്ചു നോക്കിക്കോട്ടെ. പിന്നെ ഹൈക്കോടതി SITയുടെ കീഴിലാണോ ഇത് അന്വേഷിക്കുന്നത്, അല്ലെ സ്റ്റേറ്റ് വിജിലൻസ് ആണോ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയില്ല, വ്യക്തത എനിക്ക് വന്നില്ല, എനിക്കറിയില്ല കേട്ടോ. ആയിക്കോട്ടെ, അതിനെന്താ ഞാൻ പറയട്ടെ. അതേ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അഡ്വക്കേറ്റ് കമ്മീഷൻ ഇതുപോലെ ഈ ആരും അറിയാതെ മറ്റേ ദ്വാരപാലക ശില്പം എടുത്തിട്ട് മറ്റേ കോടീശ്വരന് വിറ്റല്ല, നടപടിക്രമങ്ങൾ പാലിച്ച് അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് അന്ന് എല്ലാം ചെയ്തത്, എല്ലാം. എന്നിട്ട് അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തു. അഡ്വക്കേറ്റ് കമ്മീഷണറെയും അവിടെ നടന്ന നടപടികളെയും ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അഭിനന്ദിക്കുകയും കൂടി ചെയ്ത കേസാണ്, ക്ലോസ് ചെയ്ത കേസാണ്. വരട്ടെ, അവരത് നേരിട്ടുള്ള ഒരു പ്രശ്നമില്ല. അല്ല, അതിനെന്താ? ഹൈക്കോടതി ഒരു ഡയറക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തിനാണ് എതിർക്കുന്നത്? ഇത് നടന്നിട്ടുണ്ട് ഹൈക്കോടതിയിൽ, അതുകൂടി അറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.